അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയാണേ. എല്ലാവരും ഉള്ളിവട ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളേ. അപ്പോൾ ഞാൻ അതിന് 4 സവാളയും 2 കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം അരിഞ്ഞുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാൻ സവാളയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി നല്ല ചെറിയ സ്ലൈസായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. അങ്ങനെ അരിഞ്ഞ് കണ്ടില്ലേ, നല്ല സ്ലൈസായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് മാവ് കുഴയ്ക്കുന്ന രീതിക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ആ പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് കുഴച്ചെടുക്കാം. അത് അപ്പോൾ ആദ്യം ഇച്ചിരി ഉപ്പിട്ട് നല്ലപോലെ അങ്ങ് ഞെവിടി വെക്കുമ്പം അതിൽ നിന്ന് ആ നീരിറങ്ങുമല്ലോ. അപ്പോൾ അതാണ് ആ ഉള്ളിവടയുടെ ഒരു ഗുമ്മ് കിട്ടുന്നത്. അപ്പം അങ്ങനെ നിങ്ങളിങ്ങനെയൊക്കെ തന്നെ അല്ലേ ചെയ്യുന്നത്? എല്ലാവരും ഒന്ന് പറയണേ, അഭിപ്രായം ഒന്ന് പറയണേ. എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ കൂട്ടാനും ശ്രമിക്കണേ. എല്ലാവരുടെയും ലൈക്കും ഷെയറുമാണ് നമുക്ക് ആവശ്യം. എല്ലാവരും ഒന്ന് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ആ ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഞെവിടി എടുക്കണം. ഞെവിടുമ്പോൾ ഇതിൽ നിന്ന് നീരൊക്കെ ഇറങ്ങുമല്ലോ. അപ്പോൾ അങ്ങനെ സവാളയാണ് അകത്ത് ഉപ്പിട്ടാണ് ഞാൻ ഞെവിടി എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഞാൻ കുറച്ച് ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം ആ കറിവേപ്പിലയുടെ ടേസ്റ്റിൽ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഏറെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിങ്ക് സാൾട്ടാണ് ചേർത്തത്, ഹിമാലയയുടെ പിങ്ക് സാൾട്ട്. ഇത് പരസ്യമൊന്നും അല്ലേ, ഞാൻ ഇട്ട ഉപ്പിൻ്റെ ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ ഉപ്പിൻ്റെ പരസ്യമൊന്നും ആക്കിയതല്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഞെവിടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില ഇട്ട് കൊടുത്തത്. അത് അതിൻ്റെ കൂടെ ഇട്ട് നല്ലതുപോലെ അങ്ങ് ഞെവിടി എടുക്കും. പച്ചമുളക് ഞാൻ കാരണം ഇച്ചിരി എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ആദ്യം ഞാൻ ഇട്ടില്ല, കാരണം നല്ലപോലെ ഞെവിടുന്നതുകൊണ്ട് ചെറിയ നീറ്റിലൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചേ. അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടാണ് സവാള ഞെവിടിയിട്ടാണ് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഇതുപോലൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമുക്കൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. ഫേസ്ബുക്കിലാണെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂട്ടണേ. അങ്ങനെ അത് കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ടല്ലോ. പിന്നെ ഞാൻ മൈദാമാവാണ് ചേർത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള മൈദാമാവും കൂടി ചേർത്ത് നല്ലതുപോലെ അങ്ങ് കുഴച്ച് വെച്ചു. ആവശ്യത്തിന് ആവശ്യത്തിൽ വെള്ളവും ചേർത്ത്, കുറച്ച് വെള്ളം അതിൽ തന്നെ കിട്ടുമല്ലോ, നമ്മുടെ സവാളയുടെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് പിന്നെ ആവശ്യത്തിന് കൈ നനച്ചൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അങ്ങനെ കുറച്ച് നേരം നല്ലതുപോലെ ഒന്ന് കുഴച്ച് വെച്ചു. അപ്പോൾ നമുക്കിനി കുഴച്ചിട്ട് കാണാമേ. അപ്പം അങ്ങനെ നല്ലതുപോലെ ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തു. അപ്പം അങ്ങനെ ഞാനെല്ലാം കുഴച്ച് സെറ്റാക്കി വെച്ചേ. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഞാൻ നല്ലതുപോലെ. നിങ്ങൾ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന രീതി ഞാനൊന്ന് കാണിച്ചു എന്നേ ഉള്ളേ. അതുപോലെ നല്ല ആവശ്യത്തിന് ഒരുപാട് മൈദ വന്നില്ല നമ്മുടെ, കാരണം ഉള്ളി ഇച്ചിരി ഇതായിട്ട് നിൽക്കണമെന്നുള്ളത് കൊണ്ട് ഒരുപാട് മൈദ ചേർത്തില്ല. ആവശ്യത്തിന് കുറച്ച് മൈദ, ഒരു 2-3 സ്പൂൺ മൈദ അത്രയും ഞാൻ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ നല്ല കുഴച്ച് സെറ്റാക്കി വെച്ചേ. സെറ്റാക്കി ഒരു മണിക്കൂറൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ചുട്ടത്. അപ്പോഴത്തേക്ക് കൊണ്ട് ഇവിടെ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, ഇടിയൊക്കെ ആയതുകൊണ്ട് കറണ്ട് പോയി. അപ്പോൾ അങ്ങനെ ചെറിയ എമർജൻസി ഘട്ടത്തിലാണ് ഞങ്ങൾ പിന്നെ ചുട്ടെടുത്തത്. പക്ഷേ അതുകൊണ്ട് എന്താ, ആ ഒരു ലൈറ്റ് വെട്ടം അങ്ങനെ കിട്ടുന്നില്ലല്ലോ. അപ്പം അങ്ങനെ എല്ലാം നല്ല എന്താ പറയുക, നല്ല ഒന്ന് മൊരിച്ച് നമ്മൾ അങ്ങോട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്ത്. നിങ്ങളിങ്ങനെ തന്നെയാണോ ചുടുന്നത്? പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്തൊക്കെയൊന്ന് പറയണേ. അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു കളർ വ്യത്യാസം കാണുന്നത് കേട്ടോ, അല്ലാതെ അത് കരിഞ്ഞു പോയതുകൊണ്ടല്ല, ആ ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ സംഭവിച്ചതാണേ. അങ്ങനെ നമ്മളത് മൊത്തം ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. എന്താ, അപ്പോൾ അങ്ങനെ ഇങ്ങനെ തന്നെ അല്ലേ, ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അങ്ങനെ ചുട്ടെടുത്തതാണ്. ഇത് കുറച്ചടിച്ച്